2 പത്രോസ് 1:7. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഈശോ മിശിഹായുടെ ഒരു വിശ്വസ്ത സേവകൻ എന്ന രീതിയിൽ തൻ്റെ വിളിയെ മനസ്സിലാക്കിയ പത്രോസ് തന്നെപ്പോലെ തന്നെ ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട സഹദാസന്മാർക്ക് നൽകുന്ന ഉപദേശമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ ചെറിയ ഉപദേശത്തിൽ വളരെ വലിയ കാര്യങ്ങളാണ് വിശുദ്ധ പത്രോസ് പറഞ്ഞു വയ്ക്കുന്നത്. പത്രോസ് പറയുന്നു, വിശ്വാസം, നന്മ, വിവേകം അല്ലെങ്കിൽ വിജ്ഞാനം, ആത്മനിയന്ത്രണം, സ്നേഹം, സാഹോദര്യം എന്നിങ്ങനെ ഒരുപിടി നല്ല പുണ്യങ്ങൾ, ദൈവികവും മാനുഷികവും സാമൂഹികവുമായ ഗുണങ്ങൾ നേടിയെടുക്കാൻ. കാരണം ഈ ഗുണങ്ങളാണ് നമ്മെ വിശ്വസ്തരും ഫലമുള്ളവരും മാനസികവും ആധ്യാത്മികവുമായ പക്വതയുള്ളവരുമാക്കി മാറ്റാൻ സഹായിക്കുക. വിശ്വാസം യഥാർത്ഥത്തിൽ ദൈവിക ദാനമാണ്. മാനുഷിക നേട്ടങ്ങൾ ഇക്കാര്യത്തിൽ എത്രമാത്രമുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ സാമാന്യ ബുദ്ധിക്ക് പറയുകയാണെങ്കിൽ ദൈവം നൽകുന്ന ഈ പുണ്യം, വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും മനുഷ്യന് സാധിക്കും. കാരണം അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുമ്പോഴാണല്ലോ വിശ്വാസവും സ്നേഹവും നമ്മളെ വർദ്ധിക്കുക. ഇക്കാര്യം തന്നെയാണ് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസും പറയുന്നത്. അദ്ദേഹം പറയുന്ന വിശ്വാസികളോട് ആത്മീയമായി വളരാൻ ഓരോരുത്തരും അവരവരാൽ കഴിയുന്നത്ര പരിശ്രമിക്കണമെന്ന്. വിശ്വാസത്തിൽ, ആത്മീയതയിൽ, യേശുവിനെ പറ്റിയുള്ള അറിവിൽ വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ ഈശോ പറഞ്ഞിട്ടുള്ളതും അതാണ്. യോഹന്നാൻ 15:5 നിങ്ങൾ എൻ്റെ വചനം പാലിച്ച് എന്നിൽ നിലനിൽക്കുമെങ്കിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഉത്തമ ഉദാഹരണം ഇന്ന് ക്രിക്കറ്റിൽ ഫൈനലിൽ നമ്മൾ കണ്ടതല്ലേ. അവഗണനയുടെയും അപമാനത്തിൻ്റെയും പടുകുഴിയിൽ നിന്ന് മാച്ച് വിന്നറായി പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റായി സഞ്ജു ഉയർന്നു വന്നത്. വിശ്വാസം വ്യക്തിപരമാണ്, വൈയക്തികമാണ്, ആന്തരികവുമാണ്. അതിനെ അവഹേളിക്കാതിരിക്കുക. എന്നാൽ ഇന്ന് നമ്മുടെ ലോകം ഇക്കാര്യത്തിൽ വളരെ സ്വാർത്ഥരും വികലരും വികടമായ കാഴ്ചകളുള്ളവരുമാണ്. പലപ്പോഴും തോന്നാറുണ്ട്, അല്ലെങ്കിൽ ചിലരൊക്കെ തോന്നിപ്പിക്കാറുണ്ട്, ഈ ലോകത്തിലെ എല്ലാവരുടെയും ജീവിതവും വിശ്വാസവുമൊക്കെ ചിലർ കോൺട്രാക്റ്റ് എടുത്ത് വച്ചിരിക്കുകയാണ് എന്ന്. അവർ ചിന്തിക്കുന്നത് പോലെ, പറയുന്നത് പോലെ എല്ലാവരും ജീവിക്കണം, പെരുമാറണം. അത് എവിടുത്തെ നീതിയാണ്? ദ്രോഹിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിച്ചും അശാന്തി പരത്തി വിശ്വാസത്തിൻ്റെ കച്ചവടം നടത്തുന്നവർ എങ്ങനെ വിശ്വാസികളാകും? അവർ പേരിനും പ്രശംസയ്ക്കും ധനസമ്പാദനത്തിനുമായി അവരുടെ വിശ്വാസത്തെ കച്ചവടം ചെയ്യുകയാണ്, വ്യഭിചരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ പത്രോസ് എന്ന് പറയുന്നത് ഭക്തിയെ, വിശ്വാസത്തെ സഹോദര സ്നേഹം കൊണ്ട് പൂർണ്ണമാക്കണമെന്നാണ്. അപ്പോൾ പരസ്പര സ്നേഹവും വിശ്വാസവുമല്ല യഥാർത്ഥ ഭക്തിയുടെ, വിശ്വാസത്തിൻ്റെ ലക്ഷണം. ഇവിടെയാണ് സങ്കീർത്തകൻ പറയുന്നത്, സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര സുന്ദരവും മനോഹരവുമാണ് എന്ന്. സങ്കീർത്തനം 133:1. അവിടെ ഐക്യമുണ്ട്, സന്തോഷമുണ്ട്, ആധ്യാത്മികവും മാനസികവുമായ വളർച്ചയുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ശാന്തമായ ജീവിതം, ഏക കുടുംബം പോലെയുള്ള ജീവിതം, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത്. ഈ കുടുംബജീവിതം, സഹവാസം ഇല്ലാതാക്കുന്നത് ചില വ്യക്തികളുടെ വികലമായ കാഴ്ചപ്പാടും അഹങ്കാരവും ഒക്കെയാണ്. അതിന് അധികാരവർഗത്തിൻ്റെ സപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ എല്ലാം അശാന്തിയിലേക്ക് വളരും. സമൂഹങ്ങളുടെയും രാജ്യത്തിൻ്റെയും നാശം അവിടെ ആരംഭിക്കും. അതിനാൽ എല്ലാവരിലും നന്മയുണ്ടാകുവാൻ, പരസ്പര സ്നേഹമുണ്ടാകുവാൻ, നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ ഗലാത്യർ 6:9 നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാം.